ഹായ് ഹലോ, ഇന്ന് പാല് കാച്ചി ഉറയൊഴിച്ച് മോരുണ്ടാക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അപ്പോൾ കണ്ടോളൂ. ഇവിടെ ഞാൻ പശുവും പാലാണ് എടുത്തേക്കുന്നത്, കവറ് പാലല്ല, നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന പാലാണ് കേട്ടോ, പശുവും പാല്. അതിൻ്റെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പാല് നന്നായിട്ട് അരിച്ചൊഴിച്ചതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. പാല് നന്നായിട്ട് വേകണം കേട്ടോ, നമ്മൾ ഹൈ ഫ്ലെയിം ഇടാനേ പാടില്ല. അപ്പം നന്നായിട്ട് വേകണം, വെന്ത് അതിൻ്റെ പാട വരുന്ന ആ സമയം വരെ നമ്മൾ നന്നായിട്ട് വേവിക്കണം. ദേ പാട വന്നിട്ടുണ്ട്. പിന്നീട് ദേ ഉറയൊഴിക്കുകയാണ്. ഉറയൊഴിച്ച് നമുക്ക് മോരുകറി വെക്കാനായതുകൊണ്ട് രാവിലെ ഉറയൊഴിച്ച് നമുക്ക് വൈകിട്ടൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ദേ ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെക്കാം. ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തൈരായി കിട്ടും. എന്നിട്ട് നമുക്ക് ചെറിയൊരു മോരുകറി തയ്യാറാക്കാം. അങ്ങനെ ഞാൻ പാലൊക്കെ ഉറയൊഴിച്ച് വെച്ചാൽ ആ പാത്രത്തിൻ്റെ അടപ്പൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ദേ തൈരൊക്കെ സെറ്റായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൈര് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഒരു ചെറിയ രീതിയിലുള്ള തട്ടിക്കൂട്ട് മോരുകറി തയ്യാറാക്കാം. അതിനുവേണ്ടി 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി 3, ചുമന്നുള്ളി, കറിവേപ്പില ഇത്രയുമാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചതച്ചിട്ട് കടു പൊട്ടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂണോളം ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എന്നിവയാണ് ഞാൻ പൊടികളായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ തൈരും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്വാദിഷ്ടമായ മോരുകറി റെഡി ആയിട്ടുണ്ട്. പിന്നീട് ഞാൻ നമ്മുടെ സദ്യ സ്റ്റൈൽ തേങ്ങ അരച്ച് വെക്കുന്ന മോരുകറി ചെയ്യുന്നതായിരിക്കും. അത് പിന്നീട് ഒരിക്കലും ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈര് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് എപ്പോഴും പാല് വാങ്ങിച്ച് ഇതുപോലെ ഉറയൊഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.